ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് പെനുകൊണ്ട എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. പെനുകൊണ്ട ഫോർട്ടിലേക്ക്. വിജയനഗര സാമ്രാജ്യത്തിന്റെ രണ്ടാമത്തെ തലസ്ഥാനമായിരുന്നു പെനുകൊണ്ട എന്ന് പറയുന്ന ഈ സ്ഥലം. രണ്ടാമത്തെ തലസ്ഥാനമായിരുന്നു പെനുകൊണ്ടയെങ്കിൽ ഒന്നാമത്തെ തലസ്ഥാനമായിരുന്നു ഹംപി. യുദ്ധ ആസൂത്രണങ്ങളുടെയും ചോദ്യം ചെയ്യലുകളുടെയും ചാരരംഗങ്ങളുടെയും ഒരു പ്രധാന ലൊക്കേഷൻ ആയിരുന്നു ഈ സ്ഥലം എന്നാണ് അഭ്യൂഹം. ഹംപിയുടെ പതനത്തിന് ശേഷം വിജയനഗര സാമ്രാജ്യത്തിന്റെ രണ്ടാമത്തെ തലസ്ഥാനമായി പെനുകൊണ്ട. മുമ്പ് ഖനഗിരി അല്ലെങ്കിൽ ഖനാദ്രി എന്നൊക്കെയാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ലിഖിതങ്ങൾ അനുസരിച്ച് ബുക്ക ഒന്നാമൻ രാജാവ് തന്റെ മകൻ വിരുപണ്ണയ്ക്ക് സമ്മാനിച്ചതാണ് പെനുകൊണ്ട സംസ്ഥാനം. വിരുപണ്ണയുടെ കാലത്ത്, അതായത് 14-ാം നൂറ്റാണ്ടിലാണ് വിജയനഗര സാമ്രാജ്യം ഇവിടെ ഒരു കോട്ട പണിതത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഏറ്റവും മികച്ച പ്രതിരോധങ്ങളിൽ ഒന്നായി ഈ കോട്ട. വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തോടെ ഗോൽക്കൊണ്ട സുൽത്താൻ ഈ കോട്ട പിടിച്ചെടുത്തു. അതിനുശേഷം ടിപ്പു സുൽത്താന്റെയും പതനത്തിന് ശേഷം ബ്രിട്ടീഷുകാർ കീഴടക്കുന്നവരെ മൈസൂർ സാമ്രാജ്യത്തിന്റെ അടിയിലായിരുന്നു ഈ കോട്ട. അങ്ങനെ നോക്കുവാണെങ്കിൽ പെനുകൊണ്ടയുടെ ചരിത്രത്തിൽ വിജയനഗര സാമ്രാജ്യം, ഹൊയ്സാലമാർ, ചാലൂക്യർ, നവാബ്, മറാത്ത, ടിപ്പു സുൽത്താൻ, നിസാം, ബ്രിട്ടീഷുകാർ എന്നിവരെ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ജൈന മതത്തിന്റെ ഒരു കേന്ദ്രം കൂടിയാണ് കേട്ടോ. ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഇവിടെ എത്തുന്നത് ശരിക്കും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഈ പുതിയൊരു സ്ഥലത്തിന്റെ പേര് കേട്ടിട്ടാണ്. അതും അവിടുത്തെ ഹെയർ പിൻ ഭാഗവും അങ്ങോട്ട് പോകുന്ന വഴിയുടെ ഭംഗിയൊക്കെ കണ്ടിട്ട് തന്നെയാട്ടോ. എന്നാ ഒന്ന് കണ്ടു കളയാന്ന് കരുതി ഏതാണ്ട് ഉച്ചയോടെ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ബാംഗ്ലൂർ ടു ഹൈദരാബാദ് റൂട്ടിൽ ഒരു 3 മണിക്കൂർ, മാക്സിമം 3.5 മണിക്കൂറിനകത്ത് എത്താവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പെനുകൊണ്ട. പെനുകൊണ്ട നോക്കുമ്പോൾ തന്നെ പെനുകൊണ്ട ഫോർട്ട് ഉണ്ട്, പെനുകൊണ്ട സൺസെറ്റ് വ്യൂ പോയിന്റ് ഉണ്ട്. ഞങ്ങൾക്ക് മുന്നേ പോയവര് കോട്ടയുടെ അകത്ത് പോലും കയറാതെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളൊന്ന് സംശയിച്ചു കേട്ടോ, വേണോ വേണ്ടയോ എന്ന്. എന്നാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ കുറച്ച് ദൂരം ഒന്ന് നടന്നു നോക്കി. ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ബാംഗ്ലൂർ ടു ഹൈദരാബാദ് റൂട്ടിൽ ഫസ്റ്റ് ഓൺ ദ വേ പാക്ഷി ടെമ്പിൾ വിസിറ്റ് ചെയ്ത് അതിനുശേഷം ഈവനിങ് ആകുമ്പം പെനുകൊണ്ട വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. കോട്ടമതിലിന്റെ അകത്തൂടെയാണ് ഞങ്ങൾ ആദ്യം നടന്നത്. പോകെ പോകെ വഴി ചെറുതായിട്ട് ഇടുങ്ങി വന്നതും വെളിച്ചത്തിന്റെ കുറവും കാരണം അധിക ദൂരം ഞങ്ങൾ അകത്തോട്ട് പോയില്ല. കുറച്ചൊന്ന് കയറി ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു. അതുമല്ല, പോകുന്ന വഴി കോട്ടമതിലിന്റെ പകുതിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയും സൈഡിൽ മുഴുവൻ കാട് കയറി കിടക്കുകയും ഒക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പുൽമേട് പോലെ കിടക്കുന്ന ഒരു സ്ഥലത്തോട്ടാട്ടോ ഞങ്ങൾ നടന്നു പോയത്. കാണുമ്പോൾ രസമുണ്ടെങ്കിലും ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു.
ഞങ്ങൾക്ക് മുന്നേ പോയ കുറച്ച് ഫാമിലീസും ചെറുപ്പക്കാരുമെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ആശ്വാസമായി. അതിൻ്റെ ധൈര്യത്തിൽ ഞങ്ങളങ്ങ് നടന്നു. സ്നേക്ക് ഉണ്ടാവും കേട്ടോ, അതാ. അങ്ങോട്ട് നമുക്ക് തിരിച്ചു പോയാലോ? ആ ഓക്കെ, എന്നാ keep moving. മതി ചേച്ചാ. എടാ ബാ. ഇട്ട് കൊടുക്കാം. Go, go. സാരല്ല, അമ്മ എടുത്തുതരാം. ബാ 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 ബാ. We reached. പെനുകൊണ്ട ഫോർട്ടിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഒരു പ്രശസ്തമായ മതസംഘടന അവിടെ ഒരു ഭീമൻ പ്രതിമയുള്ള ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നിർമ്മിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെന്നാണ് അറിയുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കോട്ടയുടെ ഒരു ഭാഗം ഇതിനകം തന്നെ വേലികെട്ടി അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടുത്തെ സൺസെറ്റ് വ്യൂ പോയിന്റിലേക്കുള്ള വഴികളെല്ലാം നല്ല പ്രോപ്പറായിട്ട് ഹെയർ പിൻ കർവ്സും സൈനും എല്ലാം മാർക്ക് ചെയ്ത് അത് വളരെ കുറച്ച് ദൂരം മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റോഡിന്റെ ഒരു എലിവേറ്റഡ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു വലിയ സർപ്പം പോലെ തോന്നും. പലയിടത്തും ഇതിനെ സർപ്പന്റൈൻ റോഡ് എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സർപ്പന്റൈൻ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് വിച്ച് ലുക്സ് ലൈക്ക് എ സർപ്പന്റ്, ഒരു വലിയ സർപ്പം പോലെ തോന്നിക്കുന്ന ഒരു റോഡ്. ഈ കോട്ടമതിലിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചെറിയൊരു കുന്നിന്റെ മുകളിൽ നോക്കുവാണെങ്കിൽ ഹെയർ പിൻ കർവ്സും ഈ വഴിയെല്ലാം കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ.
പക്ഷെ കുട്ടികളൊക്കെ കൊണ്ട് കയറാൻ പാടായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, ഇവിടെ നിന്നുള്ള വ്യൂവേ എടുത്തുള്ളൂ. കണ്ടിടത്തോളം എല്ലാവരും നിർബന്ധമായും പോയി കണ്ടിരിക്കേണ്ട സ്ഥലം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അത് മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ബാംഗ്ലൂരിൻ്റെ ട്രാഫിക്കിൽ നിന്നൊക്കെ മാറി ഒരു ഷോർട്ട് ഡ്രൈവ് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വരാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക and subscribe for more videos. Thank you.